ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് ക്രിസ്തു തൻ്റെ പിതൃ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ മടി കാണിക്കുന്നെന്ന് മാത്രമല്ല, അതിനെ കുറ്റം പറയുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് പറയുന്നത്. അവരുടെ അസൂയയ്ക്ക് കാരണം ക്രിസ്തുവിന് ലഭിച്ച ജ്ഞാനത്തെപ്പറ്റിയും അവന് ലഭിച്ച വീര്യപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവിനെ പറ്റിയൊക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യവും ഇത് തന്നെയാണ്. കഴിവുള്ളവനെ താഴ്ത്തി കാണിക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അപകടം നമുക്ക് കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പല മേഖലകളിലും കഴിവുള്ളവർ ഉയർന്നു വരുമ്പോൾ, ആത്മാർത്ഥതയുള്ളവർ ഉയർന്നു വരുമ്പോൾ അവരെ താഴ്ത്തി കാണിക്കുവാനും അവരെ കുറച്ച് കാണിക്കുവാനും അവരെ മാറ്റി നിർത്തുവാനും ശ്രമിക്കുന്നതിൻ്റെ അപകടം നമുക്ക് കൂടിയാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ക്രിസ്തുവിന് അവിടെ അധികമൊന്നും വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് പറയുന്നില്ല, മറിച്ച് അവന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് നഷ്ടം വരുന്നത് അവർക്ക് മാത്രമല്ല, നമുക്ക് കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപദ്രവിക്കുന്നത്, മാറ്റി നിർത്തുന്നത് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരെയും ഏറ്റവും സ്നേഹമുള്ളവരെ ആയിരിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, അസൂയ തന്നെയാണ്. എനിക്ക് ചെയ്യുവാൻ സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ ഒന്ന് അംഗീകരിക്കുവാൻ, അതിനെ ഒന്ന് പ്രശംസിക്കുവാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. എന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെയും നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ്. എപ്പോഴാണോ നമുക്ക് ആ സ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കുന്നത്, ആ സ്നേഹത്തിൽ വളർന്നു വരുവാൻ സാധിക്കുന്നത്, അപ്പോഴോ നമ്മുടെ ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ ഏവങ്കേലിയോൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ സഹോദരനെയും നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കുവാനും അവനെ കരുതുവാനുമുള്ള ഒരു മനസ്സാണ്. ക്രിസ്തീയത അതാണ്. ക്രിസ്തു 2 കൽപ്പന പറയുന്നത്, ഒന്ന് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം. അത് നമ്മുടെയൊക്കെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കണ്ടു വേണമെങ്കിൽ ദൈവത്തെ സ്വീകരിക്കാം. പക്ഷെ അവന് വിഭിന്നമായ അഭിപ്രായം കാണും, അല്ലെങ്കിൽ അവന് വിഭിന്നമായ ചിന്തകൾ കാണും. അതിനെ നമ്മൾ ബഹുമാനിക്കുകയല്ലാതെ അവനെ മോശക്കാരനാക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. മറിച്ച് രണ്ടാമത്തേത് അതുപോലെ തന്നെ പ്രധാനമാണ്. സഹോദരനെ സ്നേഹിക്കണം. കുറവുള്ളവനെയും വേദനിക്കുന്നവന്റെയും നമ്മുടെ മതത്തിൽ പെടാത്തവരെയും നമ്മുടെ കൂടെ നിൽക്കാത്തവരെയും നമ്മളെ ഉപദ്രവിക്കുന്നവരെയും കൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴേ നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതവും അനുഗ്രഹവും വിജയവുമായി തീരത്തുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പരാജയപ്പെട്ട പിതൃനഗരം അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെയും സഹോദരനെയും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കാതെ വരുമ്പോൾ അവരുടെ ജീവിതത്തെക്കാൾ നമ്മുടെ ജീവിതത്തിലാണ് നഷ്ടം. അതുകൊണ്ട് കൂടെയുള്ളവനെ മാനിക്കുവാനുള്ള ഒരു വലിയ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.